ഹായ് അസ്സലാമലൈക്കും. പുതിയ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം, അതായത് ഒരു 1.5 മാസത്തോളമായിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ റീച്ചായി ഇങ്ങനെ വരുന്നൊരു ടൈമേനി. ഇപ്പോൾ റീച്ചൊക്കെ പോയിട്ടുണ്ടാവും. വീഡിയോ ഒരുപാട് ആളെ മുന്നിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല കേട്ടോ. അപ്പം മാക്സിമം കാണണമല്ലൊക്കെ ഒന്ന് ലൈക്ക് കൊടുത്ത് ഒന്ന് കമൻറ്റൊക്കെ ചെയ്തിട്ടൊന്ന് ഷെയർ ആക്കുക കേട്ടോ. നിങ്ങൾ അറിയുന്ന ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ആക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് തൊട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലത്തെ ചായയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ഉണ്ട്. കുറച്ച് ബീഫ് ഉണ്ട്, ബീഫ് കറി, ബീഫും കുമ്പളങ്ങി ഇട്ടുള്ള കറിയും ബീഫ് ഫ്രൈ ആക്കുന്നതും ഒക്കെ ഒന്ന് കാണിക്കണ്ട കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചത്തേക്കുള്ള സംഭവങ്ങൾ. അപ്പോൾ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ. ഞാനിതാ മുറ്റടിച്ചേരി കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമോൻ ഇതുവരെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ചെടി നനക്കലും നോക്കലൊക്കെ ആ കാര്യങ്ങളൊക്കെ കുഞ്ഞുമോൻ നോക്കും. കുഞ്ഞുമോൻ തന്നെ ചെടി കുഴിച്ചിടലും നോക്കലും അങ്ങനെയൊക്കെ കേട്ടോ. ഗൾഫിൽ പോയിനന്നൊക്കെ കുറേ ചെടിയൊക്കെ കുഴിച്ചിടും. നാട്ടിൽ വരുന്ന ടൈമിൽ നല്ലോണം നനക്കണം കേട്ടോ, നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോകും. വരുന്ന ടൈമിൽ അവിടെ ചെടി കുഴിച്ചിട്ടിനിയോ എന്ന് തന്നെ സംശയിക്കാം. അത്രക്കൊരു പൊടി പോലും ഉണ്ടാവില്ല വരുന്ന ടൈമിൽ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നിർത്തി വന്നതല്ലേ, അപ്പം ചെടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നടക്കണുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് വന്നിട്ട് നിസ്കാരവും കാലിച്ചായൊക്കെ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെടിയൊക്കെ ഒന്ന് നനക്കും. അതുപോലെ വൈകുന്നേരവും നനക്കും കേട്ടോ. ഞാൻ ചിലപ്പോൾ മറന്നൊക്കെ പോകുന്ന ഏൽപ്പിച്ചാൽ. അപ്പോൾ അതൊക്കെ കുഞ്ഞുമോൻ തന്നെ അങ്ങോട്ട് നോക്കലാണ്. അങ്ങനെ എൻ്റെ മുറ്റടിച്ചേരലൊക്കെ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുറ്റടിച്ചേരലൊക്കെ കഴിഞ്ഞ് കയ്യുമ്മൊക്കെ കഴുകി വന്നതാ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചേക്കാണ് കേട്ടോ. അപ്പം ഇന്ന് പുറത്ത് അടുപ്പത്താണ് ചോറൊക്കെ വെക്കുന്നത്. വിറകൊക്കെ കത്തിച്ച് മൺകലത്തിൽ വെക്കുന്ന ചോറാണ് കേട്ടോ ഒന്ന്. അപ്പം ഇടയ്ക്കൊക്കെ ചോറ് വടിയും വെക്കും. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ട് കുറച്ച് ചിരട്ടയും ചീരയും ഒക്കെ വെച്ചിട്ട് ഞാൻ കേട്ടോ അകത്തേക്ക് പോട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവും ആകെ കെട്ടാറി കിടക്കണേ. ഇപ്പം എന്തായാലും വെള്ളമൊക്കെ തിളച്ച് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ പെട്ടെന്ന് വേവണ അരിയാണ്, വേഗം ആയിക്കിട്ടും ചെയ്യും. പിന്നെ നമ്മളെ പൂച്ചക്കുട്ടികളൊക്കെ ഇതങ്ങനെ വാതിക്കൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. വാതിക്കൽ ഇങ്ങനെ മുട്ടും. ചിലപ്പോൾ വാതിൽ എപ്പോഴും അടച്ചിട്ടല്ലാണ്ട് തുറന്നകത്ത് കയറും. ഈ 2 പൂച്ചക്കുട്ടികളെ തള്ളപ്പൂച്ച ചത്തുകണം കേട്ടോ. അപ്പോൾ അയറ്റങ്ങൾ പാവാണ്, ചെറിയ കുട്ടികളായെന്ന് തന്നെ ഇല്ല. പിന്നെ ഈ വരുന്ന ആളിതാ അയറ്റങ്ങളെ ഏട്ടത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഏട്ടത്തിയാണ് ഓലെ നോക്കണ ആൾ. അപ്പം അങ്ങനെ കൊണ്ട് നടക്കും. അപ്പോൾ ഓൽക്കൊക്കെ ഞാനിതാ മുട്ടൻ്റെ മഞ്ഞ കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ മുട്ട പുഴുങ്ങിയാൽ മഞ്ഞ ആരും കഴിക്കൂല, ഒക്കെ വെള്ളം മാത്രമേ പറ്റുള്ളൂ എല്ലാവർക്കും. അപ്പോൾ മഞ്ഞ ഞാൻ പൂച്ചക്കുട്ടികൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുവേ. അപ്പോൾ വലിയൊരു ഇഷ്ടമൊന്നുമില്ല. എനിക്ക് മീനോ ചിക്കനോ അങ്ങനെയൊക്കെ കിട്ടണം. അപ്പം അത്ര ആവേശത്തിൽ കഴിക്കണമൊന്നുമില്ല. അങ്ങനെ ഞാൻ ചോറൊക്കെ വന്ന് ഊറ്റി വെക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അടുക്കളയ്ക്ക് വരുന്നത്. ചോറ് പെട്ടെന്ന് വേവണ അരിയാണ്. അതുകൊണ്ട് അവിടെ ഈ അരി അടുപ്പത്തിട്ടിട്ട് വേറെ പണിക്ക് പോയാൽ പിന്നെ വരുമ്പോഴത്തേന് അതാകെ വെന്ത് അളിപിളിയായിട്ടുണ്ടാവും. അപ്പോൾ അത് ഊറ്റിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇറച്ചിയൊക്കെ കുഞ്ഞുമോൻ തന്നെ മുറിച്ച് വെച്ചിക്കണം കേട്ടോ. കറി വെക്കാനുള്ളത് വേറെയും വരട്ടാനുള്ളത് വേറെയൊക്കെ ആക്കി വെച്ചിക്കണം കേട്ടോ. കുറച്ച് എല്ലും പിന്നെന്താ ഒരു മസാലയൊക്കെ അല്ലേ കടിച്ചാൽ കിട്ടാത്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കറിക്ക് ഇടാന്ന് വെച്ചിട്ട് പിന്നെ കുമ്പളങ്ങയൊക്കെ ഇട്ടാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ഞാനിതാ ഇറച്ചിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഞാൻ ഇഞ്ചി കല്ലിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെ ബീഫിലിടാനൊക്കെ ആകുമ്പോൾ അങ്ങനെ ചതച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് ചതച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും അതൊരു പേസ്റ്റ് പോലെ ഇങ്ങോട്ടായി വരും.
പ്രത്യേകിച്ചും ചെറിയ ഉള്ളി അങ്ങോട്ടൊരു പേസ്റ്റ് പോലെ അങ്ങോട്ടാവും. അപ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും. ഒരു കായായിരിക്കും. പിന്നെ ഇതാ കഴുകി വാരി വെച്ച് ബീഫൊക്കെ നല്ലോണം വെള്ളം വാർന്നതിന് ശേഷം ഇതാ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. വരട്ടാനുള്ളത് ഒരു ഭാഗമാക്കി വെച്ചണല്ലോ അത്. അതിന് ഇതാ ഒരു 3/4 ഭാഗത്തോളം ചീരുള്ളി ചതച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 4 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി എടുത്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ബീഫിലൊക്കെ അതാണ് ഇട്ട് കൊടുക്കുക കൂടുതലും. കുറച്ച് എരിവുള്ള മുളക് പൊടി അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ കളർ ഒരു പ്രത്യേക രസമാണല്ലോ. പിന്നെ അതാ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ 1 ടീസ്പൂണ് പെരുംജീരകം കേട്ടോ. അതിപ്പോൾ ഞാൻ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ഒരു പകുതി തക്കാളി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണില്ല. ഇനി തക്കാളി ചേർക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ബീഫ് ഇങ്ങനെ വരട്ടി വെക്കണേക്ക് തക്കാളിൻ്റെ ആവശ്യം തന്നെ അല്ല. ഞാൻ ഒരു കഷ്ണം ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്താൽ നല്ലോണം അങ്ങോട്ട് കൈ വെച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. തുള്ളി വെള്ളം ഞാൻ ചേർക്കണില്ല. ഇതിൽക്കുള്ള വെള്ളം ഇതിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാവും. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. കാരണം കഴുകി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. ഇനി അതുകൊണ്ട് തന്നെ വെള്ളമായി തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഇനി അടുത്ത കുക്കർ എടുത്തിട്ട് കറി വെക്കാനുള്ളതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാ കുറച്ച് എല്ലും അങ്ങനത്തെ എന്തോ ഒരു വസള എന്നൊക്കെ പറയുമല്ലോ, കടിച്ചാൽ കിട്ടാത്തൊരു സാധനങ്ങളൊക്കെ, അതൊക്കെ ഇട്ടിട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുമ്പളങ്ങയും നല്ല ടേസ്റ്റാണല്ലോ ഇറച്ചിയും കുമ്പളങ്ങയും കറി വെച്ചാൽ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ചതച്ചതൊക്കെ കുറച്ച് ബാക്കിയാക്കി വെച്ചിനല്ലോ, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എന്നിട്ട് സെയിം പരിപാടി തന്നെ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളി ഒന്നാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിയാണല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയും ഒരു സവാളയും ചേർത്തിക്കണം കേട്ടോ. കറി വെക്കാനാകുമ്പോൾ പിന്നെ കറിയൊക്കെ കുറച്ചൊരു മുറ്റിടണമെങ്കിൽ സവാളയൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു സവാള ചേർത്തുകൊണ്ടാണ് ഞാനൊരു തക്കാളി ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ ഒരു മധുരം പോലെ വരും സവാള അധികമാകുമ്പോഴേ. പിന്നെ ഇതാ അവിടെ വേവുന്ന ടൈം കൊണ്ട് ഞാൻ കുമ്പളങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഈ കുമ്പളങ്ങൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. അത് തോലിയും കുരുവും ഒക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ. പറ്റ അങ്ങോട്ട് ചെറുതാക്കണമില്ല, പറ്റേ വലുതാക്കണമില്ല. അങ്ങനെ ഒരു മീഡിയം വലുപ്പത്തിൽ അങ്ങോട്ട് കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് കേട്ടോ. ഇറച്ചിയും കുമ്പളങ്ങയും കറി വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല രസമാണ്. അത് ഇഷ്ടമില്ലാത്തവർ കുറവായിരിക്കും. ഇറച്ചിയും കുമ്പളങ്ങയും പറഞ്ഞാൽ ഒരു മലപ്പുറത്തുകാർക്കൊരു ഫേവറേറ്റാണ്. അപ്പോൾ ഒരു 1.5 മാസത്തോളമായിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ട്. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റായി. അത് ഫോണിന് ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. എനിക്കും തന്നെ തലവേദനയായിട്ട് ഭയങ്കര തലവേദന കേട്ടോ. ഒരു മാറാത്ത തലവേദനയൊക്കെ ആയി. അങ്ങനെ പിന്നൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ പിന്നെ ആദ്യമൊക്കെ ഒന്ന് നോക്കാനുള്ളൊരു മനസ്സേ ഇല്ല. ഒരു മടിയാണല്ലോ, പ്രത്യേകിച്ചും യൂട്യൂബിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. വീഡിയോ ഇടാൻ നമ്മൾ ഒരു ദിവസം 2 ദിവസം ഒന്ന് മടിച്ചിരുന്നാൽ മതി. പിന്നെ മടി അങ്ങനെ അങ്ങോട്ട് പോകും, നീണ്ട് പോട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ തന്നിട്ട് ഒന്ന് ഷെയർ ആക്കുക. അപ്പോൾ ഇതാ നമ്മളെ ബീഫൊക്കെ ഇവിടെ ഉഷാറായി വന്നിട്ടിരിക്കണേ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കും വേണം. അതിന് മൂടിയൊക്കെ തുറന്നുകൊണ്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. പിന്നെ ഇതാ നമ്മളെ കറിക്ക് വേണ്ടി വെച്ചതും ഒന്ന് വെന്തിക്കണേ. അപ്പോൾ അതിക്ക് ഞാൻ കുമ്പളങ്ങ ചേർത്ത് കൊടുത്ത് കുമ്പളങ്ങ ചേർത്തിട്ട് അതാ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കറിക്ക് മാത്രമുള്ള വെള്ളം ആയിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെക്കണം കേട്ടോ. 2 വിസിലും കൂടി അടിച്ചാൽ കുമ്പളങ്ങയും നല്ല പാകത്തിനായിട്ട് വെന്ത് കിട്ടും. എന്നാലോ കുമ്പളങ്ങ വെന്ത് അലിയാനും പാടില്ല കേട്ടോ. കഷ്ണമായി ഇങ്ങനെ നിൽക്കും വേണം. അപ്പോൾ അത് കുമ്പളങ്ങയൊക്കെ അതിലിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ അതുവരെ ഉണ്ടായ പാത്രങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് കഴുകി വെക്കുകയാണ്. കുറേ അങ്ങോട്ട് കുന്നുകൂടണ്ടല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴുകാന്നൊക്കെ വെച്ച് ഞാൻ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ കൂട്ടി വെക്കലുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഇപ്പോൾ ഞാൻ ഉണ്ടാണ് അങ്ങനെ കഴുകി വെക്കലാണ്. ചായ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കുള്ളത് കൂടി ഉണ്ടാക്കി വെച്ചിട്ട് അതുവരെ ഉണ്ടായ പാത്രങ്ങളൊക്കെ ഒന്നിച്ചങ്ങോട്ട് കഴുകലാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യൽ. ഇന്നേക്കാളും ഉയരത്തിൽ പാത്രം അങ്ങനെ കൂടി നിൽക്കുക ടൈമിലൊക്കെ. പിന്നെ എനിക്കങ്ങ് തോന്നി ഇതൊക്കെ ഒരു വട്ട് പരിപാടിയാണെന്ന്. അപ്പം ഉണ്ടാവുന്നത് അങ്ങനെ കഴുകി വെച്ചാൽ പണിയും കുറയും. പെട്ടെന്ന് നമ്മൾ പണി ഇങ്ങനെ തീർന്ന പോലെ തോന്നും കേട്ടോ. മറ്റേതൊരു ഭാരമായിരിക്കും എല്ലാം കൂടി കൂടുമ്പോൾ. അങ്ങനെ ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്.
അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇതാ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കണ്. ആ സമയം കൊണ്ട് നമ്മളെ കുമ്പളങ്ങയൊക്കെ ഇവിടെ ഉഷാറായി വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. നല്ല മൂത്ത കുമ്പളങ്ങ ആണ് കേട്ടോ ബീഫിലൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ. ഇളയ കുമ്പളങ്ങ എന്നിട്ടല്ല അത്ര തന്നെ അങ്ങോട്ട് രസം കിട്ടൂല. ഒന്നും ഇങ്ങോട്ട് അലിഞ്ഞിങ്ങ് നിൽക്കും ചോദിച്ചോ കുമ്പളങ്ങ, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് ഇവിടെ വെള്ളം വറ്റി വന്നിക്കണ്. അപ്പം ഞാനതങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പം വരട്ടണ ബീഫ് ഒന്നിങ്ങോട്ട് ഒരു ബ്ലാക്ക് നിറാകുന്ന വരെ ഒന്നിങ്ങോട്ട് ഫ്രൈ ആക്കിയെടുക്കണം. അതിനാണ്ട് ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തത്. ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ അങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ചെടുത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടെടുത്തു കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടെടുത്ത്, കുറച്ച് ഗരം മസാല ഇട്ടെടുത്ത് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചാണ്. അതിലേക്ക് ഇതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ കറി അതിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കുമ്പളങ്ങ ബീഫ് കറി അവിടെ റെഡി ആയിക്കണേ. ഇനി ഇതാ നമ്മളെ ഈ ഇരുമ്പ് ചട്ടിയുള്ള ബീഫ് ഇതാ അതിങ്ങനെ ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് കളറ് മാറി വരണം കേട്ടോ. ഇവിടെ അങ്ങനെ ബീഫ് ഇങ്ങനെ ആക്കണതാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. ദിനുവിനും കുഞ്ഞുമോനൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. ഇപ്പോൾ ഉച്ചത്തേക്ക് ഞാനും കുഞ്ഞുമോനും മാത്രമേ ഉള്ളൂ. അപ്പം ബീഫ് ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. പകുതി കുക്കറിൽ തന്നെ വെച്ചിച്ചേക്കാണ്, പകുതി എടുത്തിട്ടേ ഉള്ളൂ. ബാക്കി ഇനി രാത്രി അങ്ങനെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. ദിനൊക്കെ ഇനി രാത്രിയേ വരുള്ളൂ. അപ്പോൾ അതാ നമ്മൾ കുമ്പളങ്ങ കറി അടിപൊളി കുമ്പളങ്ങ കറി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. ഇറച്ചിയും കുമ്പളങ്ങയും വെച്ചിട്ടില്ലാത്തവരൊക്കെ വെക്കാത്തവർ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ചിലരൊക്കെ കുമ്പളങ്ങയും കുമ്പളങ്ങയും ചിരങ്ങിന്ന് ബീഫും ചിരങ്ങിയിട്ടും വെക്കലുണ്ട് കേട്ടോ. പക്ഷെ ഞാനിതുവരെ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല. ബീഫും കുമ്പളങ്ങയാണ് വെച്ച് നോക്കിയിട്ടുള്ളൂ. അങ്ങനെ ഇതാ ബീഫ് അവിടെ കിടന്ന് ഇങ്ങനെ കറുത്തിങ്ങനെ വരട്ടെ കേട്ടോ. ഒരടുപ്പത്ത് അതുണ്ട്. പിന്നെ ഞാൻ കറി അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചതിൻ്റെ പപ്പടം പൊരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബീഫ് ഉണ്ടാകുമ്പോഴും സാമ്പാർ ഉണ്ടാകുമ്പോഴും പപ്പടം എനിക്കൊരു നിർബന്ധം പോലെയാണ് കേട്ടോ. എനിക്ക് പപ്പടമില്ല ഞാൻ എന്തോ പോലെയാണ് ബീഫ് ഉണ്ടാകുന്ന ടൈമിലും സാമ്പാർ ഉണ്ടാകുന്ന ടൈമിലൊക്കെ. അപ്പോൾ എന്നൊന്നും പപ്പടം പൊരിച്ചില്ല കേട്ടോ. ആർക്കും അത്ര വലിയൊരു ഇതൊന്നുമില്ല. അങ്ങനെ ഇതാ ഇനി ഞാനും കുഞ്ഞുമോനും ചോറൊക്കെ തിന്നാൻ വേണ്ടി ഇരിക്കുകയാണ്. നല്ല മാങ്ങച്ചാറുണ്ട്, പപ്പടം പൊരിച്ചതുണ്ട്, ബീഫുണ്ട്, ബീഫ് കുമ്പളങ്ങ കറിയുണ്ട് കേട്ടോ. ഋതു സ്കൂളിലാണ് കേട്ടോ, സ്കൂളിൽ പോയിക്കണ്. ഓനും വൈകുന്നേരം വരുള്ളൂ. എല്ലാവരും രാത്രിയേക്കുള്ള ഫുഡിനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനും കുഞ്ഞുമോനും ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.